ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിതാ വയനാട്ടിൽ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു പിന്നെ ഒന്ന് കാടൊക്കെ കണ്ടിട്ട് വരാമെന്ന് കേട്ടോ. അങ്ങനെ വാവല്ലി ആ റൂട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. ഈ പോകുന്ന വഴി കണ്ടു ഭയങ്കര മോശമായിരുന്നേ, ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ട്. അങ്ങനെ ഇതാ ഇവിടെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ടോക്കനൊക്കെ കൊടുത്ത്. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും പോവാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴി വഴിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനി ഈ വഴി ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര മോശം റോഡായതുകൊണ്ട്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് നിർത്തിയിട്ട് എന്തോ ഒരു മരുന്ന് ചെടിയാന്ന്, കാലിൻ്റെ വേദനയ്ക്ക് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് എരിക്കോ അങ്ങനെ എന്തോ സാധനം അതൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാട്ടു തുളസി അതൊക്കെ പറിച്ചിട്ടാണ് പോകുന്നത്. പതിയാണ് പോകുന്നത്. പിന്നെ വേറെ ഒരിടത്തിൽ നിർത്തിയിട്ട് കാട്ടുനെല്ലിൽ എറിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈശു. അങ്ങനെ ഇതാ ഉച്ചയൊക്കെ ആയി, 1:30 ആയായിരുന്നു. അപ്പോഴേക്ക് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കയറാമെന്ന് കേട്ടോ ഗൈസ്. ഇവിടുന്ന് ഞങ്ങൾ സാദാ ചോറും പിന്നെ മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നൂഡിൽസൊക്കെയാണ് കേട്ടോ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല വൃത്തിയൊക്കെയുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ വിചാരിച്ച് തിരിച്ചു പോകുമായിരിക്കും എന്ന്. അങ്ങനെ ഇതാ വൈശുവിൻ്റെ ഫ്രണ്ട് സിന്ധന് ഇവിടെ മൈസൂരാണ് താമസം കേട്ടോ. അപ്പോൾ അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് എന്തായാലും മൈസൂരിലേക്ക് പോവാം എന്ന് തീരുമാനം എടുക്കുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് പൂക്കച്ചവടമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം വെളിച്ചൊക്കെയുള്ള സമയത്തായിരുന്നു നമ്മളിവിടെ എത്തിയത്. അങ്ങനെ ഇതാ ഇവിടെ ഒരു അമ്പലം കണ്ടപ്പോൾ അവിടെ നിർത്തി. അപ്പം തനുവിനും തുത്തുവിനും ചെരുപ്പ് വേണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് വാങ്ങിച്ചു കൊടുത്ത്. കുതിരകളൊക്കെ കണ്ടില്ല. സിന്ധനെയും കൂട്ടിയിട്ട് ഇതാ സിന്ധൻ താമസിക്കുന്ന സ്ഥലം കേട്ടോ ഇത്. അവിടുന്ന് അവൻ്റെ ലഗേജ് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പോയതാട്ടോ. അതൊക്കെ എടുത്തപ്പോൾ പിന്നെ നേരെ ദസറ കണ്ടിട്ട് തിരിച്ച് വരാമെന്നായി. പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്, സിന്ധനെയും കൂട്ടിയിട്ട്. ഇവിടെ പോകുന്ന വഴിക്കെല്ലാം മറ്റേ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടം പോലെ വാഴ വെട്ടിയിട്ട് അതൊക്കെ ഫുള്ള് വഴിയോരങ്ങളിൽ ഫുള്ള് അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കുറേ കുമ്പളങ്ങ വണ്ടിയൊക്കെ കണ്ടില്ലേ പൂജയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി നിർത്തിയിട്ടുള്ളത്. എല്ലാം കണ്ട് കണ്ട് പോകാൻ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ ദസറേൻ്റെ തലേ ദിവസമാണ് ഞങ്ങൾ വരുന്നത്. ആ ദിവസം ഭയങ്കര തിരക്കായിരിക്കും എന്ന് അറിയുന്നതുകൊണ്ട് പിന്നെ എന്തായാലും കാണാനും കൂടെ ആഗ്രഹിച്ചതല്ലേ. അപ്പോൾ ആ വഴി എന്തായാലും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇത്രയും വന്ന സ്ഥിതിക്ക്. അങ്ങനെ ഇതാ എക്സിബിഷൻ്റെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ ഗൈസ്. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് റോഡ് ഫുള്ള് ബ്ലോക്കായി തുടങ്ങിയായിരുന്നു കേട്ടോ. ഫുള്ള് ആളുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. വണ്ടിയൊന്നും നീങ്ങുന്നില്ലായിരുന്നു, ആ അവസ്ഥയായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്ത് എക്സിബിഷൻ ഹാളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞങ്ങൾ കയറുന്ന സമയത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ, വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ ഇതിൻ്റെ അകത്ത് കയറി ഇതുപോലത്തെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ വിമാനത്തിൻ്റെ ഓരോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു നിന്നാൽ പിന്നെ പുറത്തൊന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനത്തെ ഈ ഒരു സാധനത്തിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. പരമാവധി ഇങ്ങനെയുള്ള റൈഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെ കയറ്റാൻ പറ്റിയതിലൊക്കെ പരമാവധി കയറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് ഇതാ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോഴേക്കും നല്ല ഫുള്ള് ലൈറ്റൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ആയപ്പോഴേക്കും ഫുള്ളായിട്ട് പൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ലൈറ്റുകൾ തെളിഞ്ഞിട്ട് എവിടെ നോക്കിയാലും ലൈറ്റായിരുന്നു കേട്ടോ. കാഴ്ചകളൊക്കെ കാണാം. പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് ഇന്ന് തന്നെ തിരിച്ചു പോകും വേണമല്ലോ. അപ്പോൾ വേഗം കാഴ്ചകളൊക്കെ കണ്ട് വേഗം പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു 8:30 ആയപ്പോഴേക്കും അവിടെ നിന്ന് എല്ലാം കണ്ട് വേഗം ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാലസും കൂടെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് കണ്ടോ വഴിയോര കച്ചവടങ്ങൾ തകർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൂക്കളും പച്ചക്കറിയും
എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഫുൾ ഓണാന്ന്, കുമ്പളങ്ങ ഫുള്ളുണ്ട് കേട്ടോ, നിരത്തി വെച്ചിട്ടുണ്ട്, എവിടെ നോക്കിയാലും കുമ്പളാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. പോകുന്ന വഴിക്ക് കണ്ടോ ഫുള്ള് വെറൈറ്റി ടൈപ്പ്, പല പല ടൈപ്പ് ഓഫ് ലൈറ്റുകളാണ് കേട്ടോ. ലൈറ്റിലിങ്ങനെ കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ് നമ്മളെ മൈസൂർ നഗരം. അടിപൊളിയായിട്ട് എവിടെ നോക്കിയാലും വേറെ വേറെ ടൈപ്പ് ലൈറ്റുകൾ, നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് എന്തായാലും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നേ. പിന്നെ ഇതാ എണ്ണ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ പമ്പിൽ. പിന്നെ അക്വേറിയം, ബോറടിക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും. അങ്ങനെ ഇതാ നമ്മളെ മെയിൻ സാധനം ഇതാ, അടിപൊളിയായിട്ടില്ലേ പാലസ് കാണാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. മൈസൂർ നഗരം ഫുള്ള് ഒരുങ്ങി നിൽക്കുന്നതാണ്, നല്ല രസമായിട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം. അങ്ങനെ ഇതാ ഞങ്ങൾ പോകുന്ന വഴിക്ക് സിന്ധന് നല്ല പരിചയമുള്ള കടയുണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് തട്ടുകട പോലത്തെ സെറ്റപ്പ് അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ ദോശയും സാമ്പാർ അങ്ങനത്തെയൊക്കെ കഴിച്ചു. അത്ര പോരായിരുന്നു കേട്ടോ, ഫുഡ് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അങ്ങനെ കഴിച്ചതാണ്. ഇനിയിപ്പം ലേറ്റായി, നേരെ ഹുൻസൂർ വഴി വീട്ടിലേക്ക് വിജനമായ കാടിലൂടെ അങ്ങനെ യാത്ര അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.